അടുത്ത നമ്മള് മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗണപതി ചേട്ടനെയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പൊ അതിനോട് ഗണപതി ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾക്ക് അറിയേണ്ടത് പറയാമെന്നൊക്കെ മറന്നുപോയി. ഓക്കെ, ഇത് റഹ്മാനിക്ക് പറഞ്ഞു വെച്ചാണോ? വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങളുടെ കലോത്സവം പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ടയർഡാണെന്നറിയാം. എന്നാലും താങ്ക് യു ഫോർ ദ എനർജി ഫോർ ആലപ്പുഴ ജിംഖാന. ഞാൻ ഇവിടെ 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യത്തേത് ഇതേപോലെ ഒരു ഫംഗ്ഷന് വേണ്ടി തന്നെയായിരുന്നു. രണ്ടാമത് ഞാൻ ഇവിടെ വരുന്നത് പ്രളയത്തിലാണ്. പ്രളയത്തിൻ്റെ ടൈമിൽ ഒരുപാട് ആൾക്കാരെ അഭയം കൊടുത്തൊരു സ്ഥലമാണ് കുസാറ്റ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ ടൈമിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എത്തിക്കുകയും ആൾക്കാരൊക്കെ, അപ്പം ആ സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്, എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത്. അപ്പം ആ സമയത്തൊക്കെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്തൊരു യൂണിവേഴ്സിറ്റി കൂടെയാണ്. അപ്പം ആലപ്പുഴ ജിംഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്പോർട്സ് കോമഡി ജേണറിൽ പടമാണ്. നമ്മൾ മിക്ക സ്പോർട്സ് മൂവിയും ഇവിടെ ലൈക്ക് നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ ഇറങ്ങിയേക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള പടങ്ങളാണ്. പക്ഷേ ഇത് ടോട്ടലി ഹ്യൂമറിലുള്ളൊരു സിനിമയാണ്. എന്നാൽ നല്ല ആക്ഷനും നല്ല ഫൈറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. ബോക്സിങ് നല്ല വൃത്തിയോടെ ടെക്നിക്കലി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ്. ആൻഡ് യു നോ ദ ടീം, ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദ്. അപ്പോൾ അവരുടെ ഒരു മാജിക് ഈ സിനിമയിലുണ്ട്. കൂട്ടത്തിൽ നമ്മളും എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ പടം ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു നമ്മുടെ മെയിൻ ആക്ടേഴ്സ് ഉണ്ട്, ബേബി ജി ആൻഡ് ലുക്മാൻ അവരൻ. അവരുടെയൊക്കെ എല്ലാവരും ഒരു 5-6 മാസം കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടി, ഒരു സിനിമയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാതെ മാറ്റിവെച്ച് ട്രെയിൻ ചെയ്ത് ഒരു 3 മാസത്തെ ഷൂട്ടിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ഒരു ന്യൂ കമറിന് ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് എനിക്ക് കിട്ടിയത്. ഐ മീൻ ഖാലിദ് റഹ്മാൻ, ജിംഷി ഖാലിദിനെ കൂടെ, ഒപ്പം തന്നെ ലുക്മാൻ, നസ്ലിൻ, ഗണപതി, അവരുടെ കൂടെ സന്ദീപ്, ഇവരോട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യമാണ്. എല്ലാവരും സിനിമ പോയി കാണണം. എൻ്റെ ക്യാരക്ടർ നെയിം കിരൺ എന്നാണ് ഈ പടത്തിൽ. എനിക്കിനി ഒന്നും സംസാരിക്കാൻ പറ്റില്ല, ഞാൻ കൊടുക്കാം. അടുത്ത നമ്മളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പ്രേമലുവിലെ ബേസിലെ അനിയനാണ്. ഫാലിമിയിലെ സ്വന്തം ബേസിലെ അനിയൻ സന്ദീപിനെ പരിചയപ്പെടുത്തുന്ന കാര്യമില്ല. സന്ദീപ് പ്ലീസ്. നമസ്കാരം. ഞാൻ ആദ്യമായിട്ടോ കോളേജിൽ വന്ന് ഇങ്ങനെ മൈക്കൊക്കെ പിടിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഫാലിമിയുടെ സമയത്ത് കോളേജ് പ്രൊമോഷൻസ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫസ്റ്റ് കോളേജാണ്. അപ്പം ഞാൻ ഇതിൽ ഷിഫാസ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ആക്ച്വലി സിനിമയിലെ 2 ഷിഫാസ് ഉണ്ട്. ഇത് ചെറിയ ഷിഫാസ്, ഇത് വലിയ ഷിഫാസ്. അപ്പോൾ ചെറുത് വലുത് എന്നായിരിക്കും കൂടുതലും സിനിമയിൽ യൂസ് ചെയ്യുന്ന ടേംസ്. അപ്പം എല്ലാവരും സിനിമ കാണുക, നല്ലൊരു സിനിമയായിരിക്കും. ഇതൊരു സ്പോർട്സ് കോമഡി സിനിമയാണ്. കൂടുതലും കോമഡിയും ഫണ്ണും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.